ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു ഇതെൻ്റെ 2025 ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. സോ ഇന്നിപ്പോൾ സൺഡേ, നമുക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡേ ആണ്. സോ ഞാൻ ഇന്ന് പന്തളത്തേക്ക് പോവാണ്. അവിടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. സോ ഇന്ന് അവിടെ ഒരു വിശേഷമുണ്ട്. അവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഇന്ന് തിരുവാഭരണം കൊണ്ടുപോകുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. അത് എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ കൊല്ലത്താണ്, എൻ്റെ വീട്ടിലാണ്. ഒരു 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ എണീറ്റപ്പോൾ ലേറ്റായി. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഫ്രഷായിട്ട് നമുക്ക് റെഡി ആവണം. 7-7:15 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കാണാം. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ റെഡി ആയിട്ടോ. നമുക്കൊരു 7 മണിക്ക് ഇറക്കം നടന്നില്ല. സോ നമുക്കൊരു 7:45, 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം. ഇങ്ങോട്ടോ. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ എന്നോട് ചോദിക്കുമായിരുന്നു എന്ത് വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ എന്നോട് പറയാണ് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോടിങ്ങനെ പറയും കറക്റ്റായിട്ട് വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലേ റീച്ച് ആവുള്ളൂ എന്നൊക്കെ. അതിൻ്റെ ഒരു ചർച്ചയാണ് ഈ നടക്കുന്നത്. സോ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമുക്കൊരു 2-3 ബസ് കയറേണ്ടി വരും. എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്കവിടെ എത്തണം. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ 8 മണിയായി. 7 മണിക്ക് ഇറങ്ങാനാണ്. ഇപ്പോൾ 8 മണിയായി. ഇപ്പം നമ്മൾ ഒരു ബസ് കയറി നമ്മൾ കൊട്ടാരക്കര ഇറങ്ങി. എന്നിട്ട് കൊട്ടാരക്കര നമ്മൾ KSRTC പിടിച്ചിട്ടോ. എന്നിട്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് പന്തളമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ KSRTCയിൽ യാത്ര ചെയ്യാനൊക്കെ. അപ്പം നമ്മൾ ഇറങ്ങിയ ടൈം നല്ല രാവിലെ ആയതുകൊണ്ട് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ പന്തളത്ത് ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, കാരണം നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് പോകാനുണ്ട്. നമ്മൾ വിഷ്ണുവിൻ്റെ കസിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടെയാണ് വരിക. നമ്മൾ ചെന്നിട്ട് എനിക്ക് എല്ലാവരും വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എല്ലാവരും പല പല തിരക്കിലൊക്കെ ആയിരുന്നു. കുറച്ച് പേര് കുക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പിന്നെ കസിൻസ് കുറേ പേരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആരുടെയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നു. അപ്പം തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ അനിയൻ ഇതുവരെ തിരുവാഭരണം കണ്ടിട്ടില്ല. അപ്പോൾ അവൻ അമ്പലത്തിലേക്ക് കയറിയിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. 1 മണിയൊക്കെ ആകുമ്പോൾ ഇത് പുറത്തേക്ക് എടുക്കും കേട്ടോ. ആ ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നല്ല സൂപ്പർ സദ്യ കഴിച്ചിട്ട് നമ്മൾ ഹസ്കി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹസ്കി നേരിട്ട് കാണുന്നത്. നമ്മൾ അല്ലാതെ ഞാൻ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണുന്ന പോലെയല്ല, ശരിക്കും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്കതിൻ്റെ കണ്ണൊത്തിരി ഇഷ്ടമായി. ഇവൻ്റെ പേര് ഓറിയോ എന്നാണ്. അപ്പോൾ വന്നവരെല്ലാവരും ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആരാണെന്നൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് എല്ലാവരും ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ, നമുക്ക് തിരിച്ചു വരണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ് കയറി തിരിച്ച് കൊല്ലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കവറാക്കാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സീ യു.